CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 10, 11, 12 തീയതികളിലായി ഹരിപ്പാട് നടക്കും. ഹരിപ്പാട് ശബരീസ് കൺവെൻഷൻ സെന്ററിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം. 10 രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും. 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴ അദ്ദേഹം സെക്രട്ടറിയായി വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് മിക്കവാറും എല്ലാ സമ്മേളനത്തിനും ആ സഹാൻ്റെ സ്ഥാനത്ത് 3 ദിവസം പറഞ്ഞായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സമ്മേളനത്തിനും അദ്ദേഹം മാറി നിന്നിട്ടില്ല. ചില സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിന് വന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം SRP ആയിരുന്നു ഉദ്ഘാടനം. എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2 ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്താണ് വരുന്നത്. അതിന് മുമ്പ് നടന്ന സമ്മേളനത്തിലും അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടറിയായി വന്നതിന് ശേഷം അതിനുശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം ആലപ്പുഴ ജില്ലയിലെ എല്ലാ സമ്മേളനത്തിലും കൃത്യമായി പങ്കെടുക്കുന്ന സാർ. സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, AK ബാലൻ, K രാധാകൃഷ്ണൻ, P രാജീവ്, അഡ്വക്കേറ്റ് CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാൻ, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലാകെ 42,009 പാർട്ടി അംഗങ്ങളുണ്ട്. ഇവർ പങ്കെടുത്ത് 2,818 ബ്രാഞ്ചുകളുടെയും 159 ലോക്കൽ കമ്മിറ്റികളുടെയും 15 ഏരിയ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നതെന്നും R. നാസർ പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ 15 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 361 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 407 പേരാണ് പങ്കെടുക്കുക. 12-ാം തീയതി പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. 17-ന് ഉച്ചയോടെ പ്രതിനിധി സമ്മേളനം സമാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. കുറിച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നു. കോൺഗ്രസ് കുറിച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ദിരംകവലയിൽ നിന്ന് ആശുപത്രിയുടെ സമീപത്തേക്ക് ജനുവരി 12-ന് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയ്ക്ക് MC റോഡരികിൽ പ്രവർത്തിക്കുന്ന കുറിച്ചി സർക്കാർ ആശുപത്രിയിൽ 70 വർഷത്തിലധികമായി നടന്നുവന്ന കിടത്തി ചികിത്സ നിർത്തലാക്കിയിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ എന്നിവർക്ക് പ്രത്യേകം വാർഡുകളും മിനി ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവ വാർഡ്, മികച്ച ലാബ് സൗകര്യങ്ങൾ എന്നിവയും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും ഉണ്ടായിരുന്നു. കിടത്തി ചികിത്സ നടത്തുവാൻ വേണ്ടി പുതിയ വാർഡിന് 2.42 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ കാലപ്പഴക്കം കൊണ്ട് മാറ്റി സ്ഥാപിച്ചതൊഴിച്ചാൽ മറ്റ് ഒരു നിർമ്മാണവും കിടത്തി ചികിത്സാ വാർഡിനായി നാളിതുവരെ നടന്നിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് അധികൃതർ അവിടെ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഫണ്ട് ഒക്കെ ഇവിടെ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. പല ഫണ്ടുകളില്ലാത്ത ഫണ്ടുകൾ ഉണ്ടെന്ന് പ്രചരിപ്പിച്ച് ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുമായിട്ടാണ് ഇവർ മുമ്പോട്ട്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഐസൊലേഷൻ വാർഡ് 10 കിടക്കുകളുള്ള ഒരു വാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, 56 കിടക്കകൾ ഉണ്ടായിരുന്ന ഒരു കെട്ടിടവും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളും പൊളിച്ചു നീക്കിയിട്ട് 10 പേർക്ക് കിടക്കാവുന്നത്, അതും സാംക്രമിക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയിട്ട് അതിന് കിടത്തി ചികിത്സയുടെ പേര് പറഞ്ഞ് ഫണ്ട് വരും ഇപ്പം വരുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ച ദിവസത്തിന് ശേഷം 6 മാസത്തോളമായിട്ട് പോലും ഇത് ഉണ്ടാക്കുവാനുള്ള നടപടിയോ അല്ലെങ്കിൽ അതിനൊരു കല്ലിടിയിൽ പോലും നടത്തിയിട്ടില്ലെന്നുള്ള വളരെ ഖേദകരമായ സ്ഥിതിവിശേഷം. ചങ്ങനാശ്ശേരി കോട്ടയം MC റോഡിൽ വാഹന അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കുറിച്ചി പഞ്ചായത്ത് ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തിയിരുന്ന ഈ ആശുപത്രിയിൽ മുമ്പുണ്ടായിരുന്ന കിടത്തി ചികിത്സാ വാർഡുകൾ പുനഃസ്ഥാപിച്ച് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ, ജില്ലാ പഞ്ചായത്ത് കുറിച്ചി ഡിവിഷൻ അംഗം PK വൈശാഖ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജഗോപാൽ, മണ്ഡലം സെക്രട്ടറി TB തോമസ് എന്നിവർ പങ്കെടുത്തു. മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിൽ ഭക്തർക്ക് സുഗമമായ ദർശനത്തിനും തിരക്ക് നിയന്ത്രിക്കുവാനും കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ശബരിമല ADM അരുൺ S. നായർ. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെയും ഹൈ ലെവൽ മീറ്റിംഗുകളുടെയും എടുത്ത തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
മകരവിളക്കിന് തൊട്ടുമുമ്പുള്ള ജനുവരി 12, 13, 14 തീയതികളിൽ വെർച്വൽ ക്യൂ യഥാക്രമം 60,000, 50,000, 40,000 എന്നിങ്ങനെ നിജപ്പെടുത്തുമെന്ന് ADM അറിയിച്ചു. ഈ ദിവസങ്ങളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ജനുവരി 9 മുതൽ സ്പോട്ട് ബുക്കിംഗ് 5,000 ആണ്. 13 വരെ 5,000-ആയും 14-ന് 1,000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് 30-ാം തീയതി നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതിൽ കഴിഞ്ഞ പല ദിവസങ്ങളിലും 90,000-ന് മുകളിലും 1,00,000-ന് മുകളിലും പ്രതിദിനം ഭക്തജനങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായിട്ടുള്ള മകരവിളക്ക് ഉത്സവം നടത്തുന്നതിന് ചില ക്രമീകരണങ്ങൾ ഭക്തരുടെ എണ്ണത്തിലും അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രണത്തിലും വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അതിൽ മുൻപ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 12, 13, 14 തീയതികളിലുള്ള വിർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ റിയൽ ടൈം ബുക്കിങ്ങിൻ്റെയും എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു. 12-ാം തീയതി 60,000 ആയിട്ടും 13-ാം തീയതി 50,000 ആയിട്ടും 14-ാം തീയതി 40,000 ആയിട്ടുമാണ് വിർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയത്. പമ്പ ഹിൽ ടോപ്പിലെ വാഹന പാർക്കിംഗിലും മകരവിളക്കുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളുണ്ട്. ജനുവരി 12-ന് രാവിലെ 8 മുതൽ 15-ന് ഉച്ചകഴിഞ്ഞ് 2 മണിവരെ ഹിൽ ടോപ്പിലെ പാർക്കിംഗ് അനുവദിക്കില്ല. അടിയന്തര പ്രാധാന്യമുള്ള വാഹനങ്ങളും മകരവിളക്ക് കഴിഞ്ഞിറങ്ങുന്ന ഭക്തരെ കൊണ്ടുപോകാനുള്ള KSRTC മാത്രമാണ് അനുവദിക്കുക. ഈ ദിവസങ്ങളിൽ ഭക്തരുടെ വാഹനങ്ങൾക്ക് ചാലക്കയം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കും. സന്നിധാനത്തും പരിസരത്തും ഭക്തർ അനധികൃതമായി പാചകം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ഇത് നിയന്ത്രിച്ച് ഉത്തരവിറങ്ങിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഘോഷയാത്രയിൽ കൂടുതൽ ആളുകൾ എത്തുന്ന വലിയാനവട്ടത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ ബാരിക്കേഡിംഗ്, ഫയർഫോഴ്സിന്റെയും ആരോഗ്യ ടീമിന്റെയും ഓരോ അധിക യൂണിറ്റ് എന്നിവ വിന്യസിക്കും. മകരവിളക്കുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും ADM അറിയിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഓർമ്മച്ചപ്പ് എന്ന പരിപാടി ശ്രദ്ധേയമായി. വ്യാഴാഴ്ച നടന്ന വയോജന സംഗമത്തിൽ 100-ലധികം മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. വെള്ളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. ജീവിത പ്രയാസത്തിന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളുടെ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ അവരുടെ ഭാവനയ്ക്കും അനുസൃതമായി നമ്മുടെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും രീതികളും അവസ്ഥകളുമെല്ലാം ഒരുപക്ഷെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഭാഷണവും നോട്ടവും പ്രവൃത്തിയും ഒക്കെ നമുക്ക് രൂപപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം സമീപനത്തിൽ നിന്ന് ചെറിയ രൂപത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് മാസത്തിൽ ഒരിക്കൽ പ്രായമായ 60 വയസ്സായതിനു മുമ്പിലുള്ള അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ നമ്മളൊരു കേന്ദ്രത്തിൽ എത്തിച്ചേർത്ത് അവരുടെ സന്തോഷവും വിഷമങ്ങളും എല്ലാം പങ്കിടാൻ വേണ്ടി ഒരു വേദി ഒരുക്കിയിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് മെർലിൻ ബൈജു, സ്ഥിരം സമിതി അധ്യക്ഷ ലിബിമോൾ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ്മ ജോസഫ്, KM ആന്റണി, MO ലതീഷ് കുമാർ, ഡോളിസ് കറിയ, എബ്രഹാം ചാക്കോ, ശശികല സുനിൽ, റിനേഷ് ബാബു, പഞ്ചായത്ത് സെക്രട്ടറി ഭാമാദേവി, CDS ചെയർപേഴ്സൺ ജയ സത്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ കൊറ്റാർക്കാവ് കൊച്ചുവീട്ടിൽപ്പടി ചാങ്ങിയിൽപ്പടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ നിന്നും ചെങ്ങന്നൂർ മാന്നാർ റോഡിലെ മുട്ടേൽ ജംഗ്ഷനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2023-24 സ്പിൽ ഓവർ പദ്ധതി പ്രകാരമുള്ള 22 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ ഘട്ടമായാണ് ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. ഇതിനോടൊപ്പം വെള്ളമൊഴുകിപ്പോകുന്നതിനും റോഡിന്റെ സുരക്ഷയ്ക്കും റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യും. ഇതിനുശേഷം ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥിരമായി മാലിന്യം തള്ളുന്ന ഈ ഭാഗത്ത് ക്യാമറയും സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TB രത്നകുമാരിയും വാർഡ് മെമ്പർ VR ശിവപ്രസാദും അറിയിച്ചു. വളരെ വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഒരു റോഡാണിത്. ആ റോഡ് ഇപ്പോൾ ഇന്ന് വളരെ വർഷത്തെ സ്വപ്നമാണ് ഈ വാർഡ് മെമ്പറുടെ. അതിപ്പോൾ ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്.
നമ്മുടെ 16 ലക്ഷം രൂപയ്ക്ക് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പദ്ധതി വെച്ചിട്ടുള്ളതാണ്. പദ്ധതിയുടെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പദ്ധതിയിൽ വെച്ചിട്ടുള്ള 22 റോഡുകളും നമ്മുടെ ബഹുമാന്യനായ കോൺട്രാക്ടർ ശ്രീകുമാർ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ജനുവരി 31-നകം തന്നെ എല്ലാ റോഡുകളും പണി തീർത്ത് തരാമെന്നാണ് ഏറ്റിരിക്കുന്നത്. അപ്പം ഇന്ന് ഈ വാർഡിലെ 16-ാം വാർഡിലെ റോഡ് തൊട്ട് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങുകയാണ്. അപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരു വർഷത്തോളമായി സ്പില്ലോവറായ വർക്കാണ്. അതിപ്പം പുനരാരംഭിച്ചിട്ടുണ്ട്. 22 റോഡുകൾ പഞ്ചായത്തിൽ എടുക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഈ റോഡിൻ്റെ പണി തുടങ്ങി വെക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു ഓടയും കൂടി ഇതിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. പഴയ ഓടയാണ്. അതിന് ഫണ്ടില്ലായിരുന്നു. അത് മന്ത്രിക്ക് നമ്മളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓടയും കൂടെ പൂർത്തീകരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. കൊറ്റാർകാവ് ക്ഷേത്രത്തിനടുത്തുള്ള കലുങ്കിന്റെയും അതിനോട് ചേർന്നുള്ള ഓടയുടെയും നിർമ്മാണവും 2024-25 റോഡുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അവയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2ാം എഡിഷൻ മീഡിയ ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി മാറി. മാറുന്ന ലോകത്തിൽ മാധ്യമങ്ങളുടെ സ്ഥാനം വളരെ വലുതാണെന്ന സന്ദേശമുയർത്തി വോയിസ് 25 എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് നേരിട്ടുള്ള അറിവോ അനുഭവമോ ഇല്ലാത്ത മേഖലകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ റാണി മരിയ തോമസ് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങൾ സമൂഹത്തിൽ ശക്തമായ സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു. Information, it passes faster than light itself. And there has been a paradigm shift because of this digital transformation. How we produce knowledge or information and how we consume it, that has changed drastically in modern times. In order to understand things, to get more details about things, to reaffirm things, we all resort to media. സ്പോട്ട് ഫോട്ടോഗ്രാഫി, ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷൻ, അഡ്വർടൈസിംഗ് ഗെയിം, സ്പോട്ട് ഡാൻസ് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തി. വിവിധ കോളേജുകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഫാദർ ബിജു കാഞ്ചിക്കൽ അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരവും ഫാദർ ബിജു കാഞ്ചിക്കൽ വിതരണം ചെയ്തു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികമാരായ മീര ജി നായർ, ഷീന തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി സ്വാതി ബാബു എന്നിവർ മീഡിയ ഫെസ്റ്റിന് നേതൃത്വം നൽകി. കഞ്ചാവുമായി യുവാവിനെ മാന്നാർ പോലീസ് പിടികൂടി. മാന്നാർ പാവുക്കര കൈതക്കകത്ത് വീട്ടിൽ അനന്തുവിനെയാണ് പോലീസ് പിടികൂടിയത്. പാവുക്കര ഭാഗത്ത് പോലീസ് പട്രോളിംഗ് നടക്കുന്നതിനിടെ യുവാവിനെ കണ്ട് സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ കയ്യിൽ നിന്നും 132 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. SI ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിർദൌസ്, അൻസർ, അജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. കേസെടുത്ത ശേഷം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. കവിയും സാഹിത്യകാരനുമായ ലിജു വിദ്യാധരൻ മാമ്പുഴക്കരിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ ഒറ്റവരിയിൽ ഒരു പ്രണയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മാമ്പുഴക്കരി അഞ്ചീശ്വരം മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രകാശന ചടങ്ങ്. ചങ്ങനാശ്ശേരി NSS കോളേജ് യൂണിയൻ ചെയർമാൻ KS ഹരികുമാർ, വൈസ് ചെയർമാൻ നിവേദ്യ മുരളിക്ക് കവിതാ സമാഹാരത്തിന്റെ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. P. ബൈജു പുളിമുട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബൈജു കാരാഞ്ചേരിൽ പുസ്തക പരിചയം നടത്തി. ഈ കുട്ടനാട്ടിലെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന, വാക്കുകളെ സ്നേഹിക്കുന്ന, വാക്കിനെ ആരാധിക്കുന്ന, സൗന്ദര്യമുള്ള വാക്കുകൾ കോർത്തിണക്കി ഒരു കവിതയാക്കി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച യുവ കവി 12 കവിതകളാണ് ഈ പുസ്തകത്തിൽ. താജ്മഹലിൽ തുടങ്ങി ഒരു ഗീതത്തിൽ, താജ്മഹൽ തന്നെ പ്രണയ ഗീതമാണല്ലോ, ഒരു ഗീതത്തിൽ അവസാനിക്കുന്ന 12 കവിതകളാണ് അദ്ദേഹം ഇതിൽ പുറത്ത് ഇണക്കിയിരിക്കുന്നത്. ലിജു വിദ്യാധരന്റെ പ്രണയാർദ്ര സ്മരണകൾ എന്ന കവിത കവയത്രി ആശാ ജി കിടങ്ങൂർ ആലപിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M. ജയചന്ദ്രൻ, TR രാജ്മോഹൻ, വിശ്വംഭരൻ മിത്രക്കരി,
രാമങ്കരി രാധാകൃഷ്ണൻ, സജി കെ കാവാലം, തോമസ് നീണ്ടിശ്ശേരി, മനു ചമ്പക്കുളം, എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു. കവി ലിജു വിദ്യാധരൻ മറുപടി പ്രസംഗം നടത്തി. ഒരു കവിത എഴുതുന്നത് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, തലോടലുകൾ, സ്പർശനങ്ങൾ, പ്രേമം, പ്രണയം, പക, കോപം ഇങ്ങനെയുള്ള സമ്മിശ്ര വികാരങ്ങൾ ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ത്രസിപ്പിക്കുന്നുവോ ആ ത്രസിപ്പിക്കുമ്പോൾ ചില വികാര വായ്പിലൂടെ ചില വാക്കുകൾ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരികയും ആ ചിന്തകൾ നമ്മളുടെ കൈത്തുമ്പിലൂടെ പേനയിലൂടെ ദസ്തോവ്സ്കി പറഞ്ഞിരിക്കുന്ന എഴുതാനുള്ളത് പേനയുടെ തുമ്പിലാണ് എന്ന് പറഞ്ഞ വികാര വായ്പിലാണ് ഈ ലിജു വിദ്യാധരൻ മാമ്പഴക്കരി എന്ന ഞാൻ ഈ ഒറ്റ വരിയിലൊരു പ്രണയം എന്ന കവിത എഴുതി തീർത്തത്. മഴയോട് ഞങ്ങൾ എന്ത് പറയുമെന്ന പുതിയ കവിതാ സമാഹാരത്തിന്റെ തയ്യാറെടുപ്പിലാണ് ലിജു വിദ്യാധരൻ. ആഷാഢം, ഹേമന്തം തുടങ്ങിയ 2 കവിതാ സമാഹാരങ്ങൾ ഇതിനു മുമ്പ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശ ജാഥയ്ക്ക് ജനുവരി 15 ബുധനാഴ്ച കുട്ടനാട്ടിലെ രാമങ്കരിയിൽ സ്വീകരണമൊരുക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാമ്പഴക്കരി പബ്ലിക് ലൈബ്രറിക്ക് സമീപം കഴിഞ്ഞ ദിവസം പ്രചരണ യോഗം ചേർന്നു. ജനുവരി 10 കുമാരനാശാന്റെ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിക്കുന്ന നവോത്ഥാന സന്ദേശ ജാഥ 16 പല്ലനയിലാണ് സമാപിക്കുക. ജനുവരി 15 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് രാമങ്കരിയിൽ ജാഥ എത്തും. ഇതിന്റെ ഭാഗമായി മാമ്പഴക്കരിയിൽ ചേർന്ന പ്രചരണ യോഗം നവോത്ഥാന ചരിത്ര ഗവേഷണ സമിതി അംഗം LK ബിജു ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടത്തിലെ മാറ്റത്തിന് വേണ്ടി വ്യഗ്രമായിക്കൊണ്ടിരുന്ന കേരളീയ സമൂഹത്തിലെ ജനങ്ങളുടെ ചിന്തയെ, വികാരങ്ങളെ സൂക്ഷ്മതലത്തിൽ സ്വാധീനിക്കുവാൻ, അവരുടെ ബന്ധസങ്കല്പങ്ങളെ, സദാചാരബോധത്തെ, ധാർമ്മികതയെ, നീതിബോധത്തെ എല്ലാം നിർണയിക്കുന്ന ഒരു പ്രവർത്തനം ആശാന്റെ കവിതകളിലൂടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു പുറമേക്കുള്ള വായനയിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമല്ല. ആശാന്റെ കവിതകൾ കേരളീയ സമൂഹത്തിൽ എപ്രകാരമാണെന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നറിയണമെങ്കിൽ അതിസൂക്ഷ്മമായ ചരിത്രബോധം ഉണ്ടാവണം. സാഹിത്യകാരനും ആചരണ സമിതി പ്രസിഡന്റുമായ രാമങ്കരി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കവി പുന്നപ്ര ജ്യോതികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സമിതി വൈസ് പ്രസിഡന്റ് ബൈജു കാരാഞ്ചേരി, സെക്രട്ടറി NI തോമസ്, ജോയിന്റ് സെക്രട്ടറി CK കൃഷ്ണകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PR സതീശൻ എന്നിവർ സംസാരിച്ചു. ജനുവരി 15 രാവിലെ 9 മണി മുതൽ വെളിയനാട്, മങ്കൊമ്പ്, തലവടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി കുമാരനാശാൻ കവിതാലാപന മത്സരം രാമങ്കരി SNDP ഹാളിൽ നടക്കുമെന്ന് ആചരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഭർത്താവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ കുരട്ടിക്കാട് പല്ലവനത്തറയിൽ ശ്യാം മോഹനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ പ്രതിയുടെ ക്രൂരമായ മർദ്ദനത്തിൽ മൂക്കിനും തലയ്ക്കും പരിക്കേറ്റ യുവതി മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ A അനീഷ്, SI അഭിരാം CS, സിവിൽ പോലീസ് ഓഫീസർമാരായ സാജിദ്, സുരേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. നെടുമുടി മേരി ക്യൂൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ പൊള്ളേലമ്മയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടന്ന ജപമാലയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് കർമ്മം. കൊടിയേറ്റിന് ശേഷം ദിവ്യബലിയും നൊവേനയും പരേത സ്മരണയും നടന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് നടക്കുന്ന ദിവ്യബലിക്ക് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കറിയ അത്തിക്കളവും ശനിയാഴ്ച ഫാദർ പോൾ കാനപ്പിള്ളിയും കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ചയാണ് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും പ്രദക്ഷിണവും. തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത റവറന്റ് ഡോക്ടർ തോമസ് J നെറ്റോ വചന സന്ദേശം നൽകും. ഇടവക വികാരി ഫാദർ ഇമ്മാനുവേൽ ചെമ്പാറ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ബാബു വടക്കേപ്പുര, സെക്രട്ടറി ജിബിൻ തറയിൽ, തിരുനാൾ പ്രസിഡന്റ് സണ്ണി അത്തിക്കളം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ.
ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ സർവേയർ ട്രേഡിൽ നിലവിലുള്ള ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. സർവേ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അഥവാ സർവേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സർവേയർ ട്രേഡിൽ NDC NSCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും ശരിപ്പകർപ്പും സഹിതം ജനുവരി 14 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479245749 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് 2024-25മായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പാക്കേജ് ഗ്രാന്റിന് അർഹതയുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് ss portal.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ജനുവരി 10 വരെ അപേക്ഷ സമർപ്പിക്കാമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 047722529008 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത 55% മാർക്കോടെ PG നെറ്റ്. ജനുവരി 17 രാവിലെ 10:30 അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447488348 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7240 രൂപ, പവന് 57,920 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.